തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായകമായ തെളിവുകൾ പുറത്ത്. കൊലപാതകത്തിന് ശേഷം ദൃശ്യം 4 നടത്തിയെന്ന് ഒന്നാം പ്രതി ജോമോൻ പലരെയും ഫോണിൽ വിളിച്ച് പറഞ്ഞ കോൾ റെക്കോർഡുകളാണ് പുറത്തു വന്നത്. ജോമോന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തൊടുപുഴ കോടതി പരിഗണിക്കും. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. PA സാഗർ ചേരുന്നു. സാഗർ, ഈ കോൾ റെക്കോർഡിൽ പറയുന്ന കാര്യങ്ങൾ എത്ര കണ്ട് ഭീകരമാണ്? ഇത് സംബന്ധിച്ച അന്വേഷണം അത് തന്നെയാണ് എന്ന ശബ്ദ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? സജിത്ത്, ആഴ്ചകൾക്ക് മുമ്പാണ് തൊടുപുഴയിൽ ഇത്തരത്തിലൊരു കൊട്ടേഷൻ കൊലപാതകം അരങ്ങേറിയത്. ഈ കൊട്ടേഷൻ കൊലപാതകത്തിലാണ് തന്റെ ബിസിനസ് പങ്കാളിയായ ബിജുവിനെ ജോമോൻ കൊലപ്പെടുത്തിയത്. കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ ഒരു കൊല ജോമോൻ നടത്തിയത്. ഇതിനുശേഷമാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം ജോമോന്റെ ഫോണിൽ നിന്നും നിർണായക തെളിവ് പോലീസിന് ലഭിക്കുന്നത്. അതായത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ജോമോൻ തനിക്ക് വേണ്ടപ്പെട്ടവരെ വിളിച്ച് ദൃശ്യം 4 മോഡൽ കൊലപാതകം താൻ നടത്തി, ഗോഡൌണിൽ കുഴിച്ചിട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ജോമോൻ തന്റെ സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചത്. ഇതിന്റെ ഒരു ഫോൺ റെക്കോർഡാണ് ഈ ജോമോന്റെ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ ശബ്ദത്തിന്റെ ആധികാരികത വ്യക്തമാക്കുവാൻ തന്നെ അതിന്റെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് പോലീസ് ഇത് പരിശോധനയ്ക്കായി അയക്കുവാനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. ഇതിനിടെ ഈ പ്രതികളായ ജോമോൻ ഉൾപ്പെടെയുള്ള 4 പേരും ഇവിടെ തൊടുപുഴ മുട്ടം കോടതിയിൽ ആണ് ഉള്ളത്, റിമാൻഡിലാണ്. ഇവരെ കസ്റ്റഡിയിൽ മേടിക്കാനുള്ള അപേക്ഷ വീണ്ടും പോലീസ് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവരെ കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലാണ് ജോമോന്റെ ഭാര്യ കൂടി ഇതിൽ പ്രതിയാകാനുള്ള ഒരു സാധ്യത പോലീസ് അന്ന് പറഞ്ഞത്. കാരണം ഈ കൊലപാതകത്തിന് ശേഷം മൃതദേഹം കൊണ്ടുപോയി ഗോഡൌണിൽ കുഴിച്ചിട്ടു എന്നാണ് അന്ന് ജോമോനും മറ്റു പ്രതികളും പോലീസിന് നൽകിയ മൊഴി. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിന് ശേഷം ബിജുവിന്റെ മൃതദേഹം ജോമോന്റെ വീട്ടിൽ കൊണ്ടുപോവുകയും തുടർന്ന് വീട്ടിനുള്ളിൽ വെച്ച് ദേഹപരിശോധന നടത്തി ആ ഒരു രീതിയിലാണ് മൃതദേഹം ഈ ബിജു ജോസഫ് കൊല്ലപ്പെട്ടു എന്ന് ഇവർ ഉറപ്പിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വേളയിൽ തന്നെ ഈ ജോമോന്റെ ഭാര്യ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നെന്നാണ് പോലീസ് അന്ന് കണ്ടെത്തിയത്. ഈ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നതിനായി ജോമോനെ വീണ്ടും കസ്റ്റഡിയിൽ മേടിക്കണം. കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ജോമോന്റെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ ഇരുവരെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യും. ഇതിൽ ജോമോന്റെ ഭാര്യയ്ക്കുള്ള പങ്ക് എന്താണ്, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളാവും ചുമത്തുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ മുട്ടം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിൽ മേടിച്ചുള്ള ചോദ്യം ചെയ്യലാവും വ്യക്തമാവുക. തൊടുപുഴ കേസിൽ നിർണായക നീക്കങ്ങളാണ്. ഇതിൽ ഒരു ഫോൺ കോൾ, ഒരു ശബ്ദ സന്ദേശമാണ് ഏറെ വിവാദമാകുന്നത്. അതിൻ്റെ ആധികാരികത പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഇതിനു പുറമെ ജോമോന്റെ ഭാര്യയും കൂടി ഈ കേസിൽ പ്രതി ചേർക്കുകയാണ്. ജോമോന്റെ ഭാര്യയ്ക്കും ഈ കൊലപാതകത്തിനും തുടർ നീക്കങ്ങളിലുമൊക്കെ പങ്കുണ്ടായിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ.